അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ പാക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകാനുള്ള ഫൈനൽ ഒരുക്കത്തിലാണ് കേട്ടോ നമ്മളെല്ലാം. നാട്ടിലേക്ക് പോകാനുള്ള പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലഗേജിന്റെ വെയിറ്റും കാര്യങ്ങളും നമ്മൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നാട്ടിലേക്കുള്ള എന്തായാലും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർക്കുള്ള കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും അല്ലാതെ നമുക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ടാവില്ല. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്ഥിതി ഇങ്ങനെയായിരിക്കില്ല. കാരണം കുറെ പച്ചക്കറികളും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാത്ത കുറെ ഐറ്റംസ് ഒക്കെ ആയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടി കയറാനായിട്ട്. അപ്പൊ നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ പാക്കിംഗ് ഒക്കെ നടത്താൻ. ഇനി ഒരു മാസത്തേക്ക് നമുക്ക് ഈ ഒരു വ്യൂ കാണാനായിട്ട് പറ്റില്ല. അതുപോലെ ഈ ഒരു ചൂട് നമുക്കൊന്ന് മിസ് ചെയ്യും. ഈ ഒരു മാസത്തേക്ക് നമുക്ക് നാട്ടിലെത്തിയിട്ട് കുറച്ച് നാളൊന്ന് മഴ ആസ്വദിക്കാം. അങ്ങനെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ ഒരു ചൂടിന് ഒരു രക്ഷ ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പുലർച്ചെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നമ്മളൊരു രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും റെഡി ആയിട്ട് അങ്ങനെ നമ്മുടെ ചെറിയൊരു പ്രയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി. അങ്ങനെ എയർപോർട്ടിൽ എത്തിയപ്പോൾ പിന്നെ കുട്ടികൾക്കുള്ള ഫുഡ് നമ്മൾ ചെറുതായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. കാരണം ഇനി ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 2 ആൾ ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയർ അറേബ്യ ആണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിലത്തെ ഈ ഒരു ചിക്കൻ ബിരിയാണി എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്ലൈറ്റ് പുലർച്ചെ സമയമാണെങ്കിലും ഞാൻ അതിൽ നിന്നായിരുന്നു ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നേരം ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്തെ വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു സ്കൈ, ആ ഒരു കളർ ഇങ്ങനെ നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്ന ഒരു സമയം നമ്മളങ്ങനെ പൊതുവേ നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റാറില്ലല്ലോ. ആ ഒരു സമയം, ഈ ഒരു സമയം നമുക്ക് കാണാൻ പറ്റായൊന്നുമില്ല. പക്ഷെ മിക്കപ്പോഴും എപ്പോഴും ആ ഒരു സമയത്ത് നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇങ്ങനെ എപ്പോഴെങ്കിലും പുലർച്ചെ സമയത്ത് ഫ്ലൈറ്റിൽ പോകുമ്പോഴായിരിക്കും ആ ഒരു വ്യൂ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളങ്ങനെ കൊച്ചി എത്താറായിട്ടുണ്ട്. അല്ലെങ്കിലും പൊതുവേ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റാറില്ല. ഇതിപ്പോൾ അത്യാവശ്യം ഒരു 3-3.5 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ എപ്പോൾ തുടങ്ങും എന്നിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. കാരണം നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ കൂര ഇട്ടായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അങ്ങനെ ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോൾ വരുന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ വന്ന ദിവസം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ തന്നെ നല്ലൊരു സന്തോഷമായി. കാരണം ഈ ഒരു ചൂടിൽ നിന്ന് അങ്ങോട്ട് നല്ല മഴയത്തേക്ക് എത്തുമ്പോഴത്തെ ആ ഒരു അവസ്ഥ അറിയാലോ. അപ്പൊ ഇനി ഒരു മാസത്തേക്ക് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഇനി വീഡിയോസ്.